എനിക്ക് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അവനെ ഞങ്ങൾ UK കൊണ്ടുവന്ന് അവനെ 3 വയസ്സായപ്പോൾ പ്രീ സ്കൂളിൽ ചേർത്തു. ആൾ ഹാപ്പി ആയിട്ട് പോയിരുന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര കംപ്ലൈൻറ്റ്. കാരണം മറ്റുള്ള പിള്ളേരെ പിച്ചാനും മാന്താനും പിന്നെ പെൺകുട്ടികളുടെ മുടി പിടിച്ച് വലിക്കൽ, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റ് വന്നു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവനെ നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരെ വന്നു. എല്ലാ ദിവസവും ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പൊക്കെ കൊടുത്ത് കുരിശ് വരച്ചിട്ടാണ് ഇവനെ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് നഴ്സറിയിൽ വിടുന്നത്. അപ്പോൾ മാതാവിനോട് ആദ്യമൊക്കെ ഞാൻ പ്രാർത്ഥന, ദൈവമേ ഇവൻ്റെ സ്വഭാവം ഒന്ന് മാറണമേ, ഇങ്ങനെ പോയാൽ അവർ കൊച്ചിനെ നോക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ആഴ്ചയിൽ 3-4 ദിവസം അവർ പോകുന്നുള്ളൂ, 2-3 മണിക്കൂർ. അതിനകത്ത് തന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുവിടുമ്പോൾ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യും, ഇവനെ തിരിച്ചു വിളിക്കുന്നു നോക്കി. അപ്പോൾ മിക്ക ദിവസം അങ്ങനെ തന്നെയാണ്. എനിക്ക് ഡ്യൂട്ടിക്ക് പോലും മര്യാദയ്ക്ക് സമാധാനമില്ല. അവരെപ്പോൾ വിളിക്കും, ഞാൻ വിളിച്ചു ചോദിക്കും ഹസ്ബൻഡിനെ, അവർ വിളിച്ചോ. അങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെയായി. എനിക്കൊരു സ്വസ്ഥതയില്ലാണ്ടായി. അങ്ങനെ മാതാവ് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാതാവ് എനിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ പറയുന്നുണ്ട്, നീ സാക്ഷ്യം പറയൂ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, ഇത് ഒരു കുഞ്ഞുങ്ങളുടെ ഈ പ്രശ്നം എല്ലാ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ, ഇത് തന്നെ മാറിക്കോളും എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിലിങ്ങനെ പറയാണ്. പക്ഷേ ഒരു നിവൃത്തി ഇല്ലാണ്ടായി. അവർ പറഞ്ഞു വേറെ സ്കൂൾ നോക്കിക്കോളൂ, പ്രീ സ്കൂൾ നോക്കിക്കൊള്ളാനുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു ഇവനെ നമുക്കെന്നാൽ നാട്ടിലാക്കാം, സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഏതെങ്കിലും നഴ്സറിയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അതെനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അവസാനം ഞാൻ മാതാവിനോട്, മാതാവേ ഞാൻ ഇവൻ്റെ എന്ന് ഇത് മാറുന്നു അന്ന് ഏറ്റവും ആദ്യം കിട്ടുന്ന ലീവിന് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം എന്ന് ഞാൻ പറയാമെന്ന് നേർന്നോ അന്ന് മുതൽ ഒരു 2 ദിവസം മാത്രമേ പിന്നെ ഇവനെ അവർ ജസ്റ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 5-6 മാസം 6-8 മാസമായി ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് പോലും അവനെക്കുറിച്ച് വന്നിട്ടില്ല. പിന്നെ അവരൊരിക്കലും തിരിച്ച് വിളിച്ചിട്ടില്ല കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ്. എല്ലാ ദിവസവും അവർ പറയും ഇന്ന് ഗുഡ് ഡേ ആയിരുന്നു, അവൻ നല്ല കുട്ടിയായിരുന്നു, മറ്റുള്ള പിള്ളേരൊന്നും ചെയ്തില്ല. വീട്ടിൽ ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ഇന്ന് വരെ അവനൊരു കുഴപ്പവും വന്നിട്ടില്ല. എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ കാര്യം പോലും നമ്മളെ കൊണ്ടാവില്ല, അത് മാതാവിൻ്റെയും ഈശോയുടെയും കാരുണ്യ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നടക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെന്നെ പറഞ്ഞു അത് അവൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ചാണ്, പ്രായം കഴിഞ്ഞപ്പോൾ മാറിയതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല. മാതാവ് മാറ്റി തന്നാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു.